ഞങ്ങൾ ഇന്ന് ചായയൊക്കെ കുടിച്ച് ഒരു അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. ഞാനും ചേട്ടനും കൂടിയാണ് അമ്പലത്തേക്ക് പോണേ. ഈ അമ്പലം എന്ന് പറയുന്നത് ഇരിങ്ങലങ്കോട് അമ്പലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. എനിക്ക് എല്ലാ അമ്പലവും ഇഷ്ടമാണ്. അമ്പലത്തിൽ പോകാമെന്ന് വെച്ചാലും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലം പറയുന്നത് ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലമാണ്. കണ്ടോ, മലയും അങ്ങനെയൊക്കെ ആയിട്ട് മലയും അമ്പലം കൂടി കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കണേ കേട്ടോ. ഇവിടുന്ന് അതായത് ഈ മലയോടും കൂടിയിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരണം. ശിവസ്വാമിയാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിലാണ് ഫസ്റ്റ് ടൈം ഇവിടെ വന്നിരുന്നത്. ആ ടൈമിൽ ഞാൻ കെയറിങ് ആയിരിക്കായിരുന്നു, അതായത് കൺസീവ് ടൈമായിരുന്നു. പക്ഷേ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തത് 2-3 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോഴാണ് അറിയണത് 2 ആഴ്ച ഗ്രോത്ത് ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ഈ മലയൊക്കെ കയറി ഇറങ്ങിയിട്ടോ. എന്നിട്ടും എനിക്ക് വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ ഇവിടുത്തെ സ്വാമിയുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കേട്ടോ അത് കരുതണേ. അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം കേട്ടോ. കാരണം ഒരു തരത്തിലുള്ള ക്ഷീണം പോലും എനിക്കുണ്ടായില്ല. അത്യാവശ്യം ഒരുപാട് മല കയറാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കഥയുണ്ടെന്ന് പറയാം. അതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ. അതായത് 8 വർഷമായി, പക്കുവിന് 8 വയസ്സ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ കണ്ടോ, ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ആ വ്യൂ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. എന്ത് രസമാണ് അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.